ദുഃഖം എവിടെ നിന്നുണ്ടാകുന്നു എന്നതിന് നമ്മുടെ ഉത്തരം പലതാണ്. ഒന്നെൻ്റെ ചുറ്റുപാടുകൾ എനിക്ക് തന്നതാണ് ഈ ദുഃഖമെല്ലാം. രണ്ട്, ഈശ്വരനാണ് ഈ ദുഃഖമെല്ലാം ഉണ്ടാക്കിയത്. മൂന്ന്, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആകാത്ത ഈ പ്രശ്നങ്ങളാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. അഷ്ടാവക്രൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു, ചിന്ത മാത്രമാണ് ദുഃഖം. സമഗ്രവും സാർവലൗകികവുമായ തലത്തിൽ ചിന്ത ഉയരുമെങ്കിൽ ലോകത്ത് ദുഃഖമെന്നത് പ്രശ്നങ്ങളല്ല, ചിന്ത മാത്രമാണ്. ചിന്തയിലല്ലാതെ ദുഃഖത്തിന് വേറൊരു ഇരിപ്പിടവുമില്ല. ജന്മന കൈയില്ലാതൊരുവൻ ജനിച്ചാൽ അവൻ ഇല്ലാത്ത കൈയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ആ കൈയില്ലായ്മ അവന് ദുഃഖമല്ല. ജന്മനാ മൂകനായ ഒരുവൻ, അവനെ കൊണ്ടു കിടക്കുന്ന അച്ഛനും അമ്മയും ഒക്കെ ചിന്ത കൊണ്ട് ദുഃഖിക്കുന്നു എന്നല്ലാതെ അവൻ ദുഃഖിക്കുന്നില്ല. അവൻ അതുകൊണ്ട് സുഖമായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്, വിവാഹം കഴിക്കുന്നുണ്ട്, കുട്ടികളെ വളർത്തുന്നുണ്ട്, സുഖമായി ആശയവിനിമയം ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ആധുനിക സങ്കേതങ്ങൾ ആവിർഭവിച്ചതിന് ശേഷം വളർച്ചയിൽ അന്ധനെയും ബധിരനെയും ഒക്കെ ചിന്തിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരും ദുഃഖിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിവുകളും നഷ്ടപ്പെടുന്നുണ്ട്. അന്ധനും ബധിരനുമൊക്കെ പ്രകൃതിയ അന്ധനല്ലാത്തവനേക്കാൾ ബധിരനല്ലാത്തവനേക്കാൾ കഴിവുകൾ പ്രകൃതി കൊടുത്തിരുന്നു. അവനെ പഠിപ്പിച്ച് സാഹചര്യത്തിനൊത്ത് ജീവിപ്പിക്കുവാൻ സങ്കേതങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞ് അത് പഠിപ്പിക്കാനുള്ള അധ്യാപകരും ഉണ്ടായതോടുകൂടി അവൻ അനുഭവിക്കാത്ത ദുഃഖങ്ങൾ അവനുണ്ട് എന്ന് ധരിച്ചു കൊടുത്ത അനുകമ്പയിലൂടെ അവനെ കുത്തുവാള എടുപ്പിച്ചിട്ടുമുണ്ട് ശാസ്ത്രങ്ങൾ. ഇതൊക്കെ നമുക്ക് അത്ര സ്വീകാര്യമാവുമെന്ന് തോന്നുന്നില്ല. സത്യമതാണ്. സാധാരണ വീടുകളിലൊക്കെ പണ്ടും അന്ധനും ബധിരനും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ആ വീടിന്റെ ഐശ്വര്യം തന്നെ അങ്ങനെയുള്ള പിള്ളേരുമായിരുന്നു. അവർ വിചാരിക്കുമ്പോൾ കൈയുടെ അറ്റത്തും കാലിന്റെ അറ്റത്തുമൊക്കെ അവരുടെ ശക്തിയെ മുഴുവൻ ആവാഹിച്ചു കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടൊരു ചൊല്ല് തന്നെ പറയും, പൊട്ടന്റെ ഇടിയാണ്. കേട്ടിട്ടില്ല? വീടുകളിലൊക്കെ അമ്മമാര് ചിലപ്പം അവനോട് സൂക്ഷിച്ചിടപെടുക നല്ലത് കേട്ടോ, മറ്റവനെ പോലല്ല. അവൻ ശബ്ദം കേൾക്കാത്തവനാണെന്നൊന്നും കരുതണ്ട. നിങ്ങൾ അടങ്ങിയാൽ അവൻ അറിയും, അടി വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ അവസാനം കരഞ്ഞുകൊണ്ട് പോകരുത്, ഇത് സൂക്ഷിച്ചോ കളിക്കുക നല്ലത് എന്ന് തന്തയും തള്ളയൊക്കെ പറയുമായിരുന്നു. അവനെ നിങ്ങൾ അധ്യാപകർ വിളിച്ചിരുത്തി അനുകമ്പയൊക്കെ കാണിച്ച് നിനക്ക് കണ്ണില്ലല്ലോ എന്നൊക്കെയുള്ള തോന്നലൊക്കെ ഉണ്ടാക്കി അവനെ ബോധ്യപ്പെടുത്തി കണ്ണില്ല എന്ന് ചിന്തിപ്പിച്ചപ്പോൾ ഇപ്പോൾ അവൻ ദുഃഖിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ദുഃഖമൊന്നുമില്ല. അപ്പോ വ്യക്തി ചിന്തയിലൂടെയാണ് ദുഃഖിക്കുന്നത്. കൈ ഉണ്ടായിരുന്ന ഒരുവന്റെ കൈ ഒന്ന് മുറിഞ്ഞാൽ അവൻ ചിന്തിച്ച് ദുഃഖിക്കുകയാണ് മുറിഞ്ഞതിനെ ഓർത്ത്. കൈയില്ലാത്തവൻ പോലും ദുഃഖിക്കുന്നില്ല. ലോകം നോക്കിയാൽ ഇത് കാണാം. സകല ദുഃഖങ്ങളും ചിന്തയിലാണ്. അത് ഈ എഞ്ചിനീയറിങ് ഒക്കെ പഠിക്കുന്ന പിള്ളേരെ നോക്കിയാൽ അറിയാം. അവരൊക്കെ ആദ്യം തീരുമാനിക്കുക, നമ്മുടെ സ്വതന്ത്രമായ യാത്രയ്ക്ക് തടസ്സമാണ് കുടുംബം, കുട്ടികൾ, ഇതെല്ലാം.
അതുകൊണ്ട് കുട്ടി വേണ്ടാന്ന് ചിന്തിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും ബാക്കിയുള്ളവരും പരിചയക്കാരും ഒക്കെ വിവാഹം ആലോചിക്കുക, കൊണ്ടു നടക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ദുഃഖമായി. വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് ദുഃഖിച്ച് നടക്കുകയാണ്. ബാക്കിയുള്ളവരോട് പറയുമ്പോൾ അച്ഛൻ നിർബന്ധിക്കുന്നു, അമ്മ നിർബന്ധിക്കുന്നു, അവർ നിർബന്ധിക്കുന്നു, ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ദുഃഖിക്കുകയാണ് ആ സമയത്ത്. ഇത് കഴിഞ്ഞ് അവർ ഈ ചിന്ത ഉപേക്ഷിച്ചു, അച്ഛനും അമ്മയൊക്കെ. ഇപ്പം ചോദിക്കാതായി. അപ്പോൾ ആരും ഇത് ചോദിക്കുന്നില്ലല്ലോ എന്നുള്ളത്, നിർബന്ധിക്കുന്നില്ലല്ലോ എന്നുള്ളത്. ആദ്യത്തെ 2 ആഴ്ച നിർബന്ധമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ നിർബന്ധം പോയി. ഇനി അടിച്ച വഴിയെ പോകുന്നില്ല, പോകുന്ന വഴിയെ അടിക്കാമെന്നായി. അപ്പോഴതിൻ്റെ ദുഃഖമായി. ഇത് കഴിഞ്ഞ് കുറച്ച് പ്രായവും പാകവും കഴിയുമ്പോൾ അതിൻ്റെ ദുഃഖമായി. അന്നത് ചെയ്യേണ്ടതായിരുന്നു, അന്ന് ചെയ്യാത്തത് കൊണ്ട് വളരെ ദുഃഖമായി. അപ്പോഴും ചിന്തകളും വരാൻ തുടങ്ങും. കാരണം വെച്ചാൽ ഏതെങ്കിലും കാരണവശാൽ പോകുന്ന വഴിക്ക് വല്ല പ്രമേഹം ബാധിച്ച് കിടക്കുന്നവനെയോ കാല് പഴുത്തിരിക്കുന്നവനെയോ ഒക്കെ കാണും. അപ്പോൾ ആ വാർദ്ധക്യത്തിൽ ഭാര്യയില്ല, പിള്ളേരുമില്ല, വല്ല ആശ്രമത്തിലും ആയിരിക്കും ചെല്ലുന്നത്. അവിടെ ബാക്കിയുള്ള സ്വാമിമാർ ഒരുമാതിരി ചെത്ത് സ്റ്റൈലിൽ ഓടുമ്പോൾ ഇയാൾ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുകയായിരിക്കും. വെള്ളം എടുത്തു കൊടുക്കാനൊന്നും ആരുമില്ല. അങ്ങനെ കിടക്കുന്ന കിടപ്പ് കാണും. അപ്പോഴാലോചിക്കും, ഓ ദൈവമേ. അപ്പോഴും ചിന്തയായി. കാരണം ഇതായിരിക്കും എൻ്റെയും ഗതി. ഇപ്പം പ്രമേഹമൊന്നുമില്ല, ആരും നമുക്ക് ആ സമയത്ത് വെള്ളം തരികയില്ല. അപ്പോഴവിടെ വരുന്ന ഏതെങ്കിലും ഒരു ഗൃഹസ്ഥൻ പറയും, കണ്ടില്ലേ കിടപ്പ്, ഞാൻ അന്ന് ഇയാളോട് പറഞ്ഞതാ പെണ്ണ് കേട്ടാൻ, കേട്ടില്ല, ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ. ഉടനെ ഇതായി. ഇനി ഇത് പെണ്ണ് കെട്ടിയ ഒരുത്തൻ ഈ കിടപ്പ് കിടക്കുകയാണ്. അവിടെ ചെന്ന് കെട്ടിയ വേറൊരുത്തൻ കാണുകയാണ്. പിള്ളേരും ഭാര്യയും നോക്കാനില്ല, എല്ലാം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെയാണ്. ഇവൻ ഈ ദയനീയമായ കിടപ്പൊരു ഹോം നേഴ്സിനെയും വെച്ച് നോക്കുകയാണ്. അത് കണ്ടു കഴിയുമ്പം കെട്ടിയവൻ ചിന്തിച്ച് ദുഃഖിക്കുകയാണ്, ഇതായിരിക്കും എൻ്റെ ഗതി. ഇപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ ഭാര്യയും പിള്ളേരും മേടിച്ചടിക്കും. അവസാനം നമ്മളെ ഒരു ഭാര്യ ഡയബറ്റിക് ആക്കി, ഒരരിക്കാക്കി ഇവിടെ അങ്ങ് തള്ളും. എത്ര നാളായിരിക്കും കിടക്കേണ്ടി വരുന്നത്. ഇതെല്ലാം എല്ലായിടത്തും സമമാണ്. ഇത് മുഴുവൻ ചിന്തയിൽ മാത്രമേ ഉള്ളൂ. ചിന്ത എങ്ങനെയോ അങ്ങനെയാണ് നിങ്ങൾ. ചിന്തയിൽ ഈ വൈകല്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരവും മനസ്സും ബുദ്ധിയുമെല്ലാം അങ്ങനെ തന്നെയാണ്. പണ്ടുള്ളവർ അതുകൊണ്ട് ചിന്തിക്കാൻ അധികം ഇട നൽകിയിരുന്നില്ല. അവർ ശരീരത്തെ ശാരീരിക കർമ്മങ്ങൾക്കും മനസ്സിനെ നിസ്സംഗതയോടുകൂടി ആ കർമ്മ പഠനങ്ങൾക്കും വേണ്ടി ചെയ്യുമ്പോഴും തന്നെയും തൻ്റെ മനസ്സിനെയും അവർ വേർപെടുത്തി കണ്ടിരുന്നു. അവർ പണിയെടുക്കുമ്പോൾ പണിയെടുക്കുന്ന അവനെ പണിയെടുക്കാത്ത ഒരു അന്ധക്കരണം നോക്കിക്കണ്ടിരുന്നു. മനസ്സിലായെന്നറിയില്ല. ഒരു ചെറുപ്പകാലം മുതൽ ശീലിക്കണം. ഭർത്താവുമായി വഴക്കുണ്ടാക്കുന്ന ഒരു സ്ത്രീ, ഭാര്യയോട് ചീത്ത വിളിക്കുന്ന ഒരു ഭർത്താവ്, കുട്ടിയെ തല്ലുന്ന ഒരച്ഛൻ, കുട്ടിയെ താലോലിക്കുന്ന ഒരമ്മ, പറമ്പിൽ കിളയ്ക്കുന്ന ഒരു പണിക്കാരൻ ഒക്കെ പഴയ രീതിയിൽ അവൻ 2 തലം നിയന്ത്രിച്ചിരുന്നു. അതാണ് അവൻ്റെ ചിന്തയെ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഒന്ന്, ആ പണിയെടുക്കുന്ന ആൾ. ആ പണിയെടുക്കുന്ന വേളയിൽ പണിയെടുക്കുന്നവനോടൊപ്പം മനസ്സില്ല. അയാളുടെ അന്ധക്കരണം, മനസ്സും ബുദ്ധിയും സാക്ഷിയായ ആ പണിയെ നോക്കുക. അങ്ങനെ ഏതൊരുവൻ പണി ചെയ്യുമ്പോൾ അവൻ്റെ അന്ധക്കരണം സാക്ഷിത്വേന നിൽക്കുന്നുവോ, ആ സാക്ഷി ഉള്ളതുകൊണ്ട് അവന് വേറൊരു സൂപ്പർവൈസർ വേണ്ട. ഏത് പണി ചെയ്യുമ്പോഴും ഒരു സാക്ഷിയുണ്ടെങ്കിൽ ആ പണി ചെയ്യുന്ന താൻ
ആ പണിയുടെ ഫലമനുഭവിക്കുന്ന നാളെ എന്ന കാലം, ആ കാലത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ആ പണിയുടെ ഇപ്പോഴുള്ള അവസ്ഥയും അതിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് ആ പണി കൊണ്ട് ക്ലേശങ്ങളോ മേന്മകളോ അനുഭവിക്കുന്ന ഇന്നത്തെ ലോകം, ആ പണിക്കുപകരിക്കുന്ന വസ്തുജാലങ്ങൾ, അവ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉപഭോഗം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ, ലാഭങ്ങൾ, അതിനുപയോഗിച്ച വസ്തുക്കളും അതിന് ചെലവാക്കിയ ഊർജവും അതിൽ നിന്ന് കിട്ടാവുന്ന ഫലത്തിൻ്റെ നിലയും താരതമ്യം ചെയ്യുന്ന നിലയിൽ ഉള്ള ലാഭനഷ്ടങ്ങൾ, ഇത്രയും സാക്ഷിത്വേന അവർ കണ്ടിരുന്നു. ആധുനിക ലോകം ഈ അറിവ് ഇല്ലാത്തതാണ്. എപ്പോൾ ചിന്തയുടെ ലോകത്ത് ഒരു സാക്ഷിയെ വെച്ച് അവനവന്റെ കർമ്മങ്ങളെ നോക്കുന്നു, നാളുകളിലേക്ക് ദുഃഖം വരില്ലാത്ത സമഷ്ടിയെ മുഴുവൻ പുലുകി നിൽക്കുന്ന ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് ഒരാൾ കർമ്മം ചെയ്യുന്നു, ഒരു വാക്ക് അന്യനോട് പറയാൻ തുടങ്ങുമ്പോഴും ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് കൈകാലുകൾ ചലിക്കാൻ തുടങ്ങുമ്പോഴും ഏതൊരാളുമായി ഇടപെടുമ്പോഴും ഈ സാക്ഷി ഏകമുഖനായി, ചാനലുകാർ പറയുന്ന പോലെ ഒറ്റക്കണ്ണനായി അവനവനെ നോക്കാൻ ഉണർന്നിരിക്കുമെങ്കിൽ വേറൊരു നിയമവും വേറൊരു സങ്കല്പവും വേറൊരു ഇടപെടലും ഈ ലോകത്ത് മാനവ നന്മയ്ക്ക് വേണ്ട. അവന്റെ ചിന്തയുടെ ലോകങ്ങൾ സുഖപൂർണങ്ങളായതുകൊണ്ട് ദുഃഖം ജനിക്കുകയുമില്ല. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും തന്റെ തന്നെ സാക്ഷി കണ്ടിട്ടുള്ളത് കൊണ്ട് താൻ അറിയാതെ സംഭവിക്കുന്നതാണ് തന്റെ ചിന്തകൾ. ആ ചിന്തകൾ മാത്രമാണ് മാനവ ദുഃഖം. ചിന്തയല്ലാതൊരു ദുഃഖവും ലോകത്തില്ല. എല്ലാ ദുഃഖങ്ങളും ചിന്തയിലാണ്. ദുഃഖം തന്നെയാണ് രോഗങ്ങളും, രോഗങ്ങളും ചിന്തയിലാണ്. പുനർവസു ആത്രയൻ നിർവചിക്കുന്നതും അങ്ങനെയാണ്. ഏകമേവ രോഗാനീകം രുജാകരണ സാമാന്യ. രുജാ ദുഃഖം. ഒറ്റ രോഗമേ ലോകത്തുള്ളൂ, അത് ദുഃഖമാണ്.